അസ്സലാമലൈക്കും. എന്തെല്ലാം സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഞങ്ങളെ ഫാമിലി, അതായത് ഉമ്മാൻ്റെ ഫാമിലി നീണ്ടൊരു 5-6 വർഷമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം സക്സസ് ആക്കാൻ വേണ്ടി പോവാണ്. കാരണം എല്ലാ വർഷവും വെക്കേഷൻ ആവണേണ്ട ഒരു മാസം മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യും, നമുക്ക് അവിടെ പോകണം, ഇവിടെ പോകണം, ഫാമിലിയായിട്ട് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, അടിച്ച് പൊളിക്കണം. പക്ഷേ എന്തായാലും അത് നടക്കാറില്ല. അതൊക്കെ മൂഞ്ചും. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസസ് വരും, പിന്നെ ഒരാളില്ല, ഒരാൾ ഇവിടെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിട്ട് അതങ്ങോട്ട് ചീറ്റി പോവാറാ പ്ലാൻ. പക്ഷേ ഇത്തവണ നമ്മൾ വെറുതെ വിടാൻ വിചാരിച്ചില്ല. ഇത്തവണ എന്തായാലും നമ്മൾ ക്രിസ്മസ് വെക്കേഷന് പോകണം പറഞ്ഞ് 2 മാസം മുമ്പ് തുടങ്ങിയ പ്ലാനിങ് അവസാനം കോഴിക്കോട് ചെന്നെത്തി. എന്താ ഇന്ന് ഞങ്ങൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അതായത് ഞങ്ങൾ ഹോൾ ഫാമിലി, അതായത് ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ മക്കൾ, അനിയത്തിൻ്റെ മക്കൾ, അങ്ങനെ എല്ലാവരും കൂടിയാണ് പോകുന്നത്. പിന്നെ അമ്മമാരെ മക്കൾ എല്ലാവരും കൂടിയായിട്ടാണ് പോകുന്നത് കേട്ടോ. അതായത് നമ്മൾ നേരെ കൊണ്ടോട്ടിയിൽ നിന്ന് കസിൻസ് വരാണ്ടായി, അവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ കോഴിക്കോട് ബസ് കയറി. പിന്നെ നമുക്ക് ഉറക്കം അത് നിർബന്ധമാണ്. ഉറങ്ങിയിട്ടില്ലെങ്കിൽ എന്തായാലും ഛർദ്ദിക്കും. അതുകൊണ്ട് ഞാൻ വേഗം അവളോട് ഉറങ്ങാൻ പറഞ്ഞോളൂ, ഉറങ്ങും കേട്ടോ. ചിലപ്പോൾ പിന്നെ ഈ ഉറക്കൊക്കെ കാര്യം അങ്ങനെ. അതാ കോഴിക്കോട് എത്തിയിട്ട് നമ്മൾ ആദ്യം പോകുന്ന എസ് എമ്മിൽ പിന്നെ റോഡ് പണിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. എസ് അങ്ങോട്ടേക്ക് വണ്ടിയൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ മാനേജർ സ്ക്വയറിൽ ഇറങ്ങിക്കാണ്ട് അവിടെ നിന്ന് നടക്കുക ചെയ്തിട്ട് ആദ്യം നമ്മൾ എമ്മിലോട്ടാണ് പോകണേ. ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ മക്കൾസൊന്നും SM സ്ട്രീറ്റിലോട്ട് പോയിട്ടില്ല. അപ്പോൾ അവരെ അവിടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് പോകുന്നത്. ഇവളിതാ എന്ത് ടോയ്സ് കണ്ടാൽ അതിന് കരയും. അപ്പോൾ എൻ്റെ ഉമ്മ ഒരു ഐഡിയ ചെയ്തു. എന്താ വെച്ചാൽ ബാഗിലിട്ട് അവരുടെ ടോയ്സൊക്കെ വെച്ചിരുന്ന ടോയ്സിന് കരയുമ്പോൾ ആ ടോയ്സ് എടുത്തെടുത്താൽ മതിയല്ലോ. പിന്നെ നമ്മൾ അധികം ഡിസ്കൗണ്ട്സും കാര്യങ്ങളും നല്ല റേറ്റ് കുറവുള്ള ഷോപ്പിലൊക്കെ ആയിട്ട് അവരെ കയറ്റിയിട്ടുണ്ടായി. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ചൈന മാർക്കറ്റിൽ അവിടുത്തെ അവസ്ഥ ഞങ്ങൾക്ക് അറിയാമല്ലോ. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് നമുക്ക് സാധനമൊക്കെ കിട്ടും. എങ്ങനെയെങ്കിലും SM പോവുകയാണെങ്കിൽ മാക്സിമം അവിടെ നിന്ന് കയറാൻ നോക്കുക കേട്ടോ. ഒരു 12 മണി 1 മണി ആകുമ്പോൾ ശരാശരി ഒരു മനുഷ്യന് വരുന്നൊരു സംഭവമാണ് വിശപ്പിൻ്റെ വിളി എന്നുള്ള. ആ വിളി വന്നപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഇനി ഫുഡ് അയച്ചിട്ട് മതി, വേറെ പരിപാടിയൊന്നും വെച്ചിട്ട് നമ്മൾ സ്ഥിരം സ്പോട്ടിലോട്ട് വിട്ടുട്ടോ. ഇവിടുത്തെ സാദാ ചോറും കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബിരിയാണി അടിപൊളിയാണ്. എല്ലാവരും ബിരിയാണി കഴിച്ച്, ഞാൻ സാദാ ചോറാണ് കഴിച്ചത്. അങ്ങനെ ഫുഡടിയും കാര്യങ്ങൾ കഴിഞ്ഞ് വീണ്ടും നമ്മളെ യുദ്ധത്തിലോട്ട് ഇറങ്ങി. അതായത് ഷോപ്പിംഗ് എന്നുള്ള ദൗത്യം, അതാണല്ലോ വലിയ യുദ്ധം. അങ്ങോട്ട് ഇറങ്ങി. ഈ കാണുന്ന മുതലിനുണ്ടല്ലോ, ആ ഷോപ്പ് കണ്ടപ്പോൾ ആ ഷോപ്പ് ഒന്നായിട്ട് എടുത്ത് വിങ്ങാനുള്ളൊരു ഊറ്റായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഓക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയതിൻ്റെ ശേഷം പിന്നെ എൻ്റെ മകളെ ഷോഫാണ് കാണുന്നത്. നിങ്ങളൊരു ഗ്ലാസ് വാങ്ങിയതിൻ്റെ ഷോഫാണ്, അത്രയൊക്കെ ഇടണമെന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്താക്കി, ബാഗ് വാങ്ങണം. എല്ലാവർക്കും ബാഗ്സും കാര്യങ്ങളൊക്കെ വാങ്ങണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാഗിൻ്റെ സെക്ഷനിലോട്ട് പോയി. ആദ്യം പോയ ഷോപ്പിൽ ആദ്യമൊക്കെ നല്ല റേറ്റ് കുറവായിരുന്നു, പിന്നെ ഇപ്പം നല്ല റേറ്റ് കൂട്ടുക. പിന്നെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിയില്ല. പിന്നെ നമ്മൾ വയ്യോരത്തൊക്കെ ഉണ്ടാവില്ല, അവിടെ നിന്ന് വാങ്ങി. അത് വാങ്ങിയതിന് ശേഷം നമ്മൾ ജ്യൂസ് കുടിക്കാൻ പോയി. ജ്യൂസിൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ ഒരു 10 പൈസക്കില്ലായിരുന്നു കേസ്. 40 രൂപ 60 രൂപ അളവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു 10 പൈസക്കില്ല. എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കാണുമ്പോൾ ഒക്കെ മനസ്സിലാവുമല്ലോ, 10 പൈസക്കില്ലായിരുന്നു. പിന്നെ നമുക്ക് വന്ന വലിയ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് കുട്ടികൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊന്നും SM വലിയതായിട്ടില്ല. പിന്നെ ഉള്ളതൊക്കെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതാ നമ്മൾ ഫൈനലി ഒരു ഷോപ്പ് കണ്ടെത്തി ഗേസ്. ഇനി വരുമ്പോൾ നിങ്ങൾ ഈ ഷോപ്പിലൊന്ന് കയറി നോക്കണം. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് പറ്റിയ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ അത് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ SM പരിപാടിയൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ വിട്ടത് ബീച്ചിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് പേര് ആദ്യം ഓട്ടോറിക്ഷയ്ക്ക് വന്ന്, പിന്നെ ബാക്കിയുള്ളവർ നമുക്ക് 2-3 ഓട്ടോറിക്ഷ എന്തായാലും വേണ്ടി വന്നു. പിന്നെ അതാ എൻ്റെ ഉമ്മയും പിന്നെ ഉമ്മൻ്റെ ഏട്ടത്തിൻ്റെ മരുമോളും വന്നിട്ടില്ലായിരുന്നു. അവർ ബീച്ചിലോട്ട് വരാമെന്ന് പറഞ്ഞു. പിന്നെ ഈ കാണുന്ന സംഭവം ഞങ്ങൾക്ക് മനസ്സിലായി, നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അത് ഉമ്മാനും പോലൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് കസിൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഉപ്പിലിട്ട് കഴിക്കാം. ഉപ്പിലിട്ട് ഒന്ന് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പറഞ്ഞു അവിടെ ഒരു സംഭവമാണ്, ഈ വന്ന് നോക്കുക. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ കുറേ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കാക്ക ഒരു ഉച്ചയ്ക്ക് ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ, 2:30-3 മണി ഏകദേശം ആ ഒരു ടൈം ആകുമ്പം ഇവർ വന്നിട്ട് നായ്ക്കൾക്കും കാക്കക്കും കടൽ കാക്കക്കും ഒക്കെ ഭക്ഷണം കൊണ്ടുവരും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാണുന്നുണ്ടെങ്കിൽ ഒരു 2 മണി 2:30 ഉള്ളിലായിട്ട് ബീച്ചിൽ വന്നാൽ മതി, കോഴിക്കോട് ബീച്ചിൽ. അത് കഴിഞ്ഞ് നമ്മൾ അതൊക്കെ ഒന്ന് കണ്ട് വന്നതിൻ്റെ ശേഷം നമ്മളെന്താക്കി, ഒരു ചായയും ഉള്ളിവടയൊക്കെ കഴിച്ചു. അപ്പോൾ ഇതിനെന്താ ഉമ്മയും വന്നു, മൂത്തമ്മയും പോലൊക്കെ വന്നു. ഉമ്മാക്ക് ഒരു ചായ വാങ്ങിക്കൊടുത്തു. പക്ഷേ ചായ എൻ്റെ വകയെന്ന് ഉമ്മ വിചാരിച്ചു. പക്ഷേ ഞാൻ 20 രൂപ അമ്മയോട് വാങ്ങി. അങ്ങനെയുണ്ട് ഐഡിയ. അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ നമ്മളൊരു യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ മകളൊക്കെ ബീച്ചിൽ ഇറങ്ങിയുള്ള അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ മുമ്പൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് നിങ്ങളീ കാണാൻ പോകുന്നത്. ഡ്രസ്സ് അയക്കണം, എനിക്ക് വെള്ളത്തിൽ പോകണം പേരും വാശി, ഞാൻ പോകണ്ടെന്നൊന്നും കേൾക്കുന്നില്ല. രണ്ടും കളിപ്പിച്ചതാ ഡ്രസ്സൊക്കെ അയച്ച ഒരൊറ്റ വിടല്ല. ഇത് കണ്ടില്ലേ, നമ്മളെ ഈ മത്സ്യകന്യൊക്കെ വെള്ളത്തിൽ കിടന്ന എന്താ അവസ്ഥ, അതേപോലെ വെള്ളത്തിൽ നിന്ന് എണീക്കാൻ കഴിയില്ലല്ലോ, അതേപോലെ. പിന്നെ വെള്ളത്തിൽ നിന്ന് എണീക്കണമെങ്കിൽ കയ്യും കാലൊക്കെ പിടിച്ച് വലിച്ചിങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ കഴിഞ്ഞിട്ട് കുറച്ചിൻ്റെ ഷോഫ് വെള്ളത്തിൽ കുറച്ച് നേരം കാലൊക്കെ ഇട്ട് കളിച്ചതിൻ്റെ ശേഷം നമ്മൾ മെയിൻ ദൗത്യം എന്താണ്, ബീച്ചിൽ വന്നാണ് ഉണ്ടാവാറ്. എൻ്റെ മെയിൻ ദൗത്യം ഫുഡ് അടിക്കാണ് എൻ്റെ പരിപാടി. ഉപ്പിലിട്ടത്, കല്ലുമ്മക്കായ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക എന്നുള്ള എൻ്റെ മെയിൻ ഉദ്ദേശം. അങ്ങനെ കുറച്ച് നേരം വെയിലത്ത് നിന്നതിൻ്റെ ശേഷം ഭയങ്കര ടയേർഡാവുമല്ലോ നമ്മളെ. അപ്പോൾ സ്വാഭാവികമായിട്ട് മക്കളെ നോക്കാൻ വലിയവന്മാരുണ്ടാകുമ്പോൾ നമ്മളെ മെയിൻ ദൗത്യങ്ങൾ നമ്മൾ തന്നെ നിറവേറ്റണമല്ലോ. അങ്ങനെ ഉപ്പിലിട്ടൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത്. അത് എന്നോട് ആരും പറയേണ്ട തിന്നാൻ, ഞാൻ എടുത്ത് തിന്നും എവിടെ കണ്ടാലും. അതുകൊണ്ട് പിന്നെ
കടയിലായിട്ട് പിന്നെ പൈസ കൊടുക്കണം എന്നുള്ളൊരു വിഷമേ ഉള്ളൂ. അങ്ങനെ അതാ നമ്മളെ ഉപ്പിലിട്ടവും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കാണ്ട് നേരെ പോയത്. പിന്നെ നമ്മൾ സാധനം വാങ്ങാൻ പോയത് കല്ലുമ്മക്കായ, പിന്നെ മുട്ട ബജി, അങ്ങനത്തെ 2-3 സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടോ. പിന്നെ ഒരു വലിയ തീറ്റ വരാണ്ട്, അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അല്ലാതെ ആദ്യം നമ്മൾ കഴിച്ചത് മുട്ട ബജിയും പിന്നെ കല്ലുമ്മക്കായ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ കല്ലുമ്മക്കായ ഭയങ്കര ഇഷ്ടമാട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് എന്ന് പറയാം, ഇപ്പോഴേൻ്റെ വായിൽ വെള്ളം വരുന്നത്. പിന്നെ നമ്മൾ ഉപ്പിലിട്ട കഴിച്ചതിന് ശേഷം പിന്നെ കടലിൽ നിന്ന് ഇവരൊക്കെ കരയ്ക്ക് എത്തിയിട്ട് ഒന്ന് കുളിപ്പിച്ച് മാറ്റി ഫ്രഷ് ആക്കിയതിന് ശേഷം നമ്മൾ പിന്നെ ഫുഡ് അടിക്കാൻ പോയി. പിന്നെ മുട്ടമാല അല്ല സോറി, കാടമുട്ട, അങ്ങനെ കുറേ സമൂസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല കേട്ടോ ബീച്ച് വന്നിട്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഒറ്റ മൈൻഡിൽ കോഴിക്കോട് സ്റ്റാൻഡിലേക്ക് നടക്കുകയാണ്. ബീച്ചിൽ നിന്ന് പിന്നെ എല്ലാവരും സ്റ്റാൻഡിലോട്ട് നടന്നിട്ടാണ് പോയത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.